മഴത്തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂപൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവളി കവിത പോലെ ക്രിസ്റ്റൽ ഡിസൈനേഴ്സ് നമ്മളുമായിട്ട് അസോസിയേറ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസ് ആയത്. ഇതൊന്ന് കെയർഫുള്ളായി പഠിച്ച് എനിക്ക് വിശദമായിട്ടൊരു റിപ്പോർട്ട് തരാൻ പറയും വേണിയോട്. അത് ആ കുട്ടിന് ലീവാണ്. എന്താടോ മാമൂലി ഇതൊക്കെ ചെയ്തു തീർക്കാൻ ഒരുപാട് ജോലിയുള്ളപ്പോ അവരിങ്ങനെ ഇറഗുലർ ആയാൽ എങ്ങനെയാ? മനഃപൂർവ്വം ആ കുട്ടി അങ്ങനെ ചെയ്യാറില്ല. ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ടാ ഇന്ന് ലീവ് എടുത്തത്. എന്തത്യാവശ്യം? നന്ദിനി മോളുടെ ചേച്ചി ഇന്ദുവിന്റെ ഭർത്താവ് കുറച്ച് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുക. ഗോപനല്ലേ? അക്കാര്യം വേണി എന്നോട് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ ഇത്ര സീരിയസ് ആണെന്നൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. ആ കുട്ടിയുടെ സ്വഭാവം അങ്ങനെയാ. കുറച്ചു ദിവസമായി അത് വല്ലാതെ മൂടൗട്ടാ. ഒരുപാട് നിർബന്ധിച്ചപ്പോഴാ എന്നോട് കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞത്. ഓ, ആ വീടിനാകെ ഒരു അത്താണി ആ കുട്ടിയാ. എല്ലാ കാര്യത്തിനും അത് തന്നെ വേണം ഓടിപ്പാഞ്ഞ് നടക്കാൻ. എന്നിട്ട് ഗൗരി ഇതേക്കുറിച്ചൊന്നും എന്നോട് സൂചിപ്പിച്ചില്ലല്ലോ. അവർക്ക് ഇതിന്റെ ഒന്നും സീരിയസ്നെസ് മനസ്സിലായിട്ടുണ്ടാവില്ല. മനസ്സിലാകാതിരിക്കാൻ എന്താ? അവനെന്താ കൊച്ചുകുട്ടിയാണോ? അവനും ആ വീട്ടിലൊരു അംഗമല്ലേ? ഇതുവരെ ഒന്ന് പോയി അന്വേഷിക്കാൻ പോലും പറ്റിയില്ലല്ലോ നമുക്ക്. അവരെന്ത് കരുതി കാണും? മാമളി, താൻ ഇന്നും എന്റെ ഹോസ്പിറ്റൽ വരെ പോണം. അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താ ഏതെന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം. ശരി. എനിക്ക് അത്യാവശ്യമായിട്ട് കുറെ അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഞാനും കൂടെ വരായിരുന്നു. ആ സാരമില്ല, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. ശരി. കുറച്ചു നേരമായി വന്നപ്പോ നീ നല്ല മയക്കം. ഉണരട്ടേന്ന് കരുതി. വേണ്ട, കിടന്നോളൂ. സാരമില്ല, എപ്പോഴും കിടക്കുന്നല്ലേ. ഡോക്ടർ എന്തു പറഞ്ഞു? എന്തു പറയാൻ, അവസാന നിമിഷം അടുക്കുമ്പോഴും പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് പറയും. അത് വിശ്വസിക്കാൻ നിങ്ങളെ പോലെ ചിലരും. വിശ്വാസം എന്ന് പറയുന്നത്
അത്ര നിസ്സാരമായി തള്ളിക്കളയേണ്ടതല്ല ഗോപ. ആദ്യം രോഗിയിൽ ആത്മധൈര്യമാണ് വേണ്ടത്. അത്ര വേഗമൊന്നും ഒരു രോഗത്തിനും താൻ കീഴ്പ്പെടില്ല എന്നുള്ള വിശ്വാസം. ഇപ്പൊ നിനക്കാവശ്യം അങ്ങനൊരു വിശ്വാസമാണ്. പ്രതീക്ഷയൊക്കെ ഞാൻ എന്നെ ഉപേക്ഷിച്ചു. ആർക്കും അധികം ബുദ്ധിമുട്ടാവാതെ എത്രയും പെട്ടെന്ന് കഴിഞ്ഞു കിട്ടും. ഇപ്പൊ അതാ ആഗ്രഹം. അപർണ ഇതൊന്നും അറിഞ്ഞില്ലേ? ഉണ്ടാവില്ല. ഞാനൊട്ട് പറഞ്ഞതുമില്ല. പറയായിരുന്നു. അവൾക്ക് സന്തോഷായനെ. എന്റെ മരണത്തോടു കൂടിയെങ്കിലും അവളുടെ പകയും പ്രതികാരം കടങ്ങുമല്ലോ. അരുത് ഗോപ, അങ്ങനെയൊന്നും പറയരുത്. ആയുസ്സും മരണമൊന്നും നിശ്ചയിക്കുന്നത് നമ്മളാരുമല്ല. എല്ലാം സർവേശ്വരനാണ് നിശ്ചയിക്കുന്നത്. നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക. എന്റെ പ്രാർത്ഥനകളൊന്നും ഈശ്വരന്മാർ കേൾക്കാറില്ലെന്ന് തോന്നുന്നു. ശപിക്കപ്പെട്ടൊരു ജന്മമായി പോയി. എന്റെ അമ്മക്കുട്ടിയോടെങ്കിലും ഈശ്വരനെ തിരിക്കാരനെ കാട്ടിയാൽ മതിയായിരുന്നു. അവൾക്ക് ഇന്ദുവിനും മനസ്സമാനത്തോടെ ജീവിക്കാം. മോനെ, മോനെ, ഗോപ, ഗോപ, മോനെ, എന്താ എന്താ എന്തു പറ്റി? സംസാരിച്ചോണ്ടിരുന്നപ്പോ പെട്ടെന്ന് അധിക നേരം സംസാരിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ? വിസിറ്റേഴ്സ് അധിക നേരം ഇവിടെ നിൽക്കാൻ പാടില്ല. ഓ, കിടന്നോളൂ. അമ്മാവനറിയുള്ളൂ. അല്ല, ഗോവിന്ദ മാഷ് വരുന്നവരെങ്കിലും. വേണ്ട, അവര് വന്നോളും. ഇനി നിന്ന് ഇവരെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കേണ്ടി വരും. നിനക്ക് വേണ്ടി എന്നും എന്റെ പ്രാർത്ഥന ഉണ്ടാവും. ഇറങ്ങാ മോനെ. ഓപ്പറേഷൻ കഴിഞ്ഞ ഗോപന്റെ അസുഖം പൂർണ്ണമായും ഭേദമാകുമോ മോളെ? അതിന് ചാൻസ് ഉണ്ടെന്നാ ഡോക്ടർമാരുടെ അഭിപ്രായം. പക്ഷേ അത് നടത്താനുള്ള വഴി എന്താന്നാ ഇപ്പൊ ആലോചിക്കേണ്ടത്. 2 ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ലല്ലോ. അച്ഛൻ മാഷോട് വല്ലതും പറഞ്ഞോ? ഇത്രയും തുക എവിടെ നിന്ന് ഒപ്പിക്കുമെന്ന ടെൻഷനില്ല മാഷും. കൂടുതൽ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് ഞാനും പറഞ്ഞു. വെറും വാക്ക് പറഞ്ഞല്ല ഞാൻ. 1-2 എടുത്ത് അന്വേഷിച്ചു. എംപ്ലോയീസിന് പേഴ്സണൽ ലോൺ കിട്ടുമല്ലോ, ആ വഴി ഒന്ന് ശ്രമിച്ചു നോക്കി. പക്ഷേ അവിടെ ഇത്രയും തുകയൊന്നും ആദ്യത്തെ തവണ കിട്ടില്ല. അങ്ങേയറ്റം ഒരു 40,000. എന്നാ പിന്നെ അതങ്ങ് എടുത്തൂടെ, നിനക്ക് ഉള്ളതാവുമല്ലോ. ഞാൻ അതിന് എഴുതി കൊടുത്ത് കഴിഞ്ഞമ്മേ. പക്ഷേ എന്നാലും വേണമല്ലോ ബാക്കി. അതിനെന്ത് ചെയ്യും? വേണി വർക്ക് ചെയ്യുന്നിടത്ത് ഇങ്ങനെ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? സ്റ്റാഫിന് ലോൺ അനുവദിക്കുന്നുണ്ട്. പക്ഷേ പ്രൊബേഷൻ പീരീഡ് കഴിയാതെ സാങ്ഷൻ കിട്ടില്ലല്ലോ. ഇനിയിപ്പോ പലിശയ്ക്ക് എടുക്കാന്ന് വെച്ചാൽ തന്നെ ഇത്രയും വലിയ തുക ആരെങ്കിലും തരുമോ? അഥവാ തന്നാ തന്നെ കൊള്ള പലിശയാവും ചോദിക്കുക. അതൊക്കെ വീട്ടിൽ തീർക്കാൻ നമ്മളെ കൊണ്ടാവോ? ഇന്ദുവിനോട് ഇതേപ്പറ്റി എന്തെങ്കിലും സൂചിപ്പിച്ചോ? പറയണോന്ന് കരുതിയതാ. പിന്നെ വിചാരിച്ചു വെറുതെ എന്തിനാ അവളെ സങ്കടപ്പെടുത്തുന്നത്. ഇത് നടന്നില്ലെങ്കിൽ അതവളുടെ സങ്കടം കൂട്ടേലേ ഉള്ളൂ. താൻ വിഷമിക്കണ്ട, നമുക്ക് പല വഴിയിലും ശ്രമിക്കാം. ഡോക്ടർ പറഞ്ഞ പീരീഡ് കഴിയാൻ ഒരാഴ്ച സമയമുണ്ടല്ലോ, നമുക്ക് നോക്കാവുന്നേ. മോളാകെ ടെൻഷനിലാണല്ലോ. ആശുപത്രിയിലെ കാര്യം ഓർത്തിട്ടാവും അല്ലേ? എങ്ങനെ ശ്രമിച്ചിട്ടും ഓപ്പറേഷന് വേണ്ടിയുള്ള പണം ശരിയാവുന്നില്ലല്ലോ അങ്കിൾ.
ഇനിയും താമസിച്ച ഗോപന്റെ ജീവൻ തന്നെ അപകടത്തിലാവും. ഗൗരി വിചാരിച്ചാൽ എന്തെങ്കിലും സഹായം? വിചാരിക്കില്ലെങ്കിൽ മനസ്സിൽ പകയും പുറമെ ചിരിയുമായി നടക്കുന്നവർക്ക് മറ്റുള്ളവരുടെ ജീവന്റെയും ജീവിതത്തിന്റെയും വില അറിയില്ല. അവിടെ ചോദിച്ചു കുറെ നാണം കെടാതിരിക്കുന്നതാ നല്ലത്. മോളെ, ഞാൻ MRCയോട്... അയ്യോ വേണ്ടെങ്കിൽ, അങ്ങനെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി സാറിനോട് പണം ചോദിക്കുന്നത് ശരിയല്ല. ഏതായാലും മോൾ വിഷമിക്കാതിരിക്കേ, വേറെ എന്തെങ്കിലും വഴി ഉണ്ടാവും. ആ, ഇത്രയും വലിയ ഒരു തുക നമ്മൾ എവിടുന്നുണ്ടാക്കും കോന്ന? ഞാനും അതേപ്പറ്റി തന്നെ ആലോചിക്കുന്നു. ഹരിയോട് ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. 10,000-50,000 ആണെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നോക്കായിരുന്നു. 2 ലക്ഷം രൂപയെന്നൊക്കെ വെച്ചാ... അല്ല, ഗോപനോട് ഇതിനെപ്പറ്റി സംസാരിച്ചോ? ഇല്ല, ഉച്ച കഴിഞ്ഞല്ലേ അവനെ റൂമിലേക്ക് മാറ്റൂ. തൽക്കാലം ഒന്നും അവനെ അറിയിക്കണ്ടെന്ന് ഞാൻ ഹരിയോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ദുവിനെ അറിയിക്കണ്ട. ഗോന്ന, വീടിന്റെ ആധാരം ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അത് നമുക്ക് ബാങ്കിൽ പണയം വെച്ച് ഒരു ലോൺ തരപ്പെടുത്തിയാലോ? ഞാനും ആ വഴിക്ക് ആലോചിക്കാതിരുന്നില്ല. ബാങ്കിൽ നിന്ന് ലോണിന് അപേക്ഷിച്ചാൽ അതൊക്കെ ശരിയായി വരാൻ ഒരു 2 ആഴ്ചയെങ്കിലും എടുക്കും. ഇത്രയും എമൗണ്ട് ഒരിക്കലും തരപ്പെടുകയില്ല. അതിന്റെ പിന്നാലെ നടക്കാൻ പോയാ ഒരുപാട് താമസിക്കുകയും ചെയ്യും. പിന്നെ ഓപ്പറേഷൻ കൊണ്ട് പ്രയോജനമില്ലാതാവും. ഏറിയ 1 ആഴ്ച. അതിനപ്പുറം നീട്ടിവെക്കാൻ പറ്റില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. എങ്ങനെയെങ്കിലും ഈ ഓപ്പറേഷൻ നടത്തണ്ടേ ഗോന്ന? അല്ലെങ്കിൽ ഇന്ദുവിന്റെ അമ്മുക്കുട്ടിയുടെയും... ഗോന്ന, നമുക്ക് വടക്കേലെ കുരിയച്ചനോടൊന്ന് ചോദിച്ചാലോ? അയാൾക്ക് എന്തെങ്കിലും ഈട് കൊടുക്കേണ്ടി വരും. കാശ് കിട്ടുമെങ്കിൽ വീടിന്റെ പ്രമാണം നമുക്ക് കൊടുക്കാം. ആ ബ്ലേഡ് കുരിയച്ചന്റെ കാര്യമാണോ? കഴുത്തറത്ത് വാങ്ങാൻ അവസരം നോക്കി നടക്കയാള്. വേണ്ട കാശിന്റെ പകുതിയുടെ പകുതി പോലും കിട്ടില്ല. ഒടുക്കത്തെ പലിശയും. അപ്പോ എന്താ ചെയ്യാ? ഓപ്പറേഷൻ വേണ്ടെന്നാണോ നീ പറയുന്നത്? അങ്ങനെ ഏതായാലും തീരുമാനിച്ചിട്ടില്ല. ഹരിയോട് കാശിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ എന്തെങ്കിലും വഴിയുണ്ടോ ശ്രമിക്കാതിരിക്കില്ല. പകുതിയെങ്കിലും നടന്നാ ബാക്കി പ്രമാണം ഇടുവച്ചിട്ടായാലും എടുക്കാം. വൈകിട്ട് ഞാൻ ഹരിയെ കാണുന്നുണ്ട്. അയാൾ എന്തു പറയുമെന്ന് നോക്കട്ടെ. വേണിക്കെന്താ ഒരു വല്ലായക പോലെ? സുഖമില്ലേ? ഒന്നുമില്ല സാർ. സാർ എന്തിനെ വിളിപ്പിച്ചത്? ആ വേണി, ബാങ്കിൽ കുറച്ച് കാശടയ്ക്കാനുണ്ട്. അക്കൗണ്ട്സിലെ വിശ്വനാഥനാണ് സാധാരണ പോകാറുള്ളത്. ഇന്നാണ് ലീവാ. വിശ്വസിച്ചയക്കാൻ ഇവിടെ ഇപ്പൊ താനേ ഉള്ളൂ. ഇഫ് യു ഡോണ്ട് മൈൻഡ്. സാർ, ക്യാഷ് ഡീലിംഗ്സ് ഒന്നും എനിക്കത്ര പരിചയമില്ല. ബാങ്ക് എവിടെയാണെന്നതിനെ കുറിച്ചും എനിക്കറിയില്ല സാർ. ആ, ഇതിലൊക്കെ എത്ര പരിചയം എന്തിനാ? ബീച്ച് റോഡിലുള്ള ഫെഡറൽ ബാങ്കിന്റെ ബ്രാഞ്ച്. ഡു വൺ തിങ്, ഇവിടുന്ന് കാർ എടുത്തോളൂ. 6 lakhs ഉണ്ട്. ചെക്ക് ചെയ്യണമെങ്കിലാവാം. വേണ്ട സാർ. വേണമെന്നില്ല. ഇനി അതിനു വേണ്ടി സമയം കളയണ്ട. ബാങ്ക് അടയ്ക്കുന്നതിന് മുമ്പ് എത്തണം. ഇപ്പൊ തന്നെ ലേറ്റായി. ആ വേണി, 1 മിനിറ്റ്. ക്യാഷ് റിസീവ് ചെയ്തതായിട്ട് ഇവിടെ ഒന്ന് സൈൻ ചെയ്തോളൂ. കമ്പനിയുടെ ഒരു ഫോർമാലിറ്റിയാ. കാര്യമൊന്നുമില്ലെങ്കിലും അത് തെറ്റിക്കണ്ട.
യെസ്. ആ പറയൂ സാർ. ആ ക്യാഷ് അടച്ചിട്ടുണ്ടാവുമല്ലോ. ഷോർട്ടേജോ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇവിടുന്ന് മുഴുവൻ തുകയും കൊടുത്ത് അയച്ചിട്ടുണ്ടാവും. 1.5 ലക്ഷം ഷോർട്ടേജോ? ഏയ് നെവർ. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ. ഒരു കാര്യം ചെയ്യോ, ആ ക്യാഷ് റിസീവ് ചെയ്യണ്ട, അവരെങ്ങ് തിരിച്ചു വിട്ടേക്ക്. എന്താ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. സോറി ഫോർ ദ ട്രബിൾ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. ആ മോഹനെ തുറന്നു വരാൻ പറയും. എക്സ്ക്യൂസ് മീ, വേണിയെ MD വിളിക്കുന്നു. ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞു.